ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് തയ്യാറാക്കണമെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ചേരുവകളും കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പ് പൊടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും കുറവളവിൽ ഉപ്പ് മതിയാകും. ഇനി ഇതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ചെറു ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ തണുത്ത വെള്ളം ആയാലും മതിയാകും. അത് നന്നായിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം ലൂസായിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം ഓയിലൊന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും എത്ര സമയം കഴിഞ്ഞാലും. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാളയാണ്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിയിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അല്പം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് കടുക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആ ജീരകത്തിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ സവാള ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഏത് രീതിയിൽ വേണോ അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, എങ്ങനെ വേണോ ചെയ്യാവുന്നതാണ്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് സവാളയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കൊന്നുകിൽ ഇത് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിലായിട്ട് വെക്കുക കേട്ടോ, കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയോ എഗ് മസാലയോ ഏത് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. അത് ചെറിയൊരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ടാണ് ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ, ഒരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ട്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു മുട്ട 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി ഇതിൻ്റെ അകത്തുള്ള ആ ഒരു മഞ്ഞ ആ ഒരു ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട്, ചില കുട്ടികൾക്കത് ഇഷ്ടമാവണമെന്നില്ല, അത് മാറ്റിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മാവെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. ഒരുപാട് വലിപ്പത്തിലും അതുപോലെ തീരെ ചെറുതായിട്ടും എടുക്കരുത്, ഒരു മീഡിയം അളവിൽ എടുക്കുക കേട്ടോ. കാരണം ഇത് ഒരല്പം കട്ടിയായിട്ട് വേണം പരത്താനായിട്ട്, തീരെ നൈസായിട്ടും പരത്താൻ പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല, എങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരുപാട് കട്ടിയായി പോവും മാവിന്. അപ്പോൾ ഈ ഒരു അളവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അളവ് മതിയാകും കേട്ടോ. കാരണം നമ്മൾ എന്നാൽ അത്രയും വലിപ്പത്തിൽ പരത്തുന്നൊന്നുമില്ല, അതുകൊണ്ട് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അളവിൽ എടുത്താൽ മതിയാകും. അപ്പോൾ കയ്യിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കിത് ഗോതമ്പ് പൊടി ഒന്ന് ഞാൻ വിതറിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് റൗണ്ടിൽ പരത്തേണ്ട കേട്ടോ. ഇനി പരത്തുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടോ ഒരു നല്ല അരിക് ഉള്ള പാത്രം വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്ത് റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതിയാകും. അല്ലെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ടായിട്ട് ഒന്ന് പരത്തിയെടുത്താലും മതിയാകും. ഒരുപാട് വലുപ്പത്തിൽ പരത്തണ്ട, പൂരിക്കൊക്കെ പരത്തുന്ന ആ ഒരു അളവിൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ആ മുട്ടയുടെ ഒരു ഭാഗം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ എടുത്തിട്ട് എല്ലാ വശവും ഒരുപോലെ ഒന്ന് പിടിച്ചതൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കൈക്കുള്ളിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ ഇതുപോലെ മസാല ചിലപ്പോൾ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് നൈസായിട്ട് പരത്തരുതെന്ന് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അതുപോലെ തന്നെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ തയ്യാറാക്കിയ ആ മസാല തന്നെ വെക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. മുട്ടയ്ക്ക് പകരം പനീറൊക്കെ ഗ്രേറ്റ് ചെയ്തൊക്കെ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒരു 3-4 തയ്യാറാക്കി വെച്ചതിന് ശേഷം വേണം ഇത് വേവിക്കാനായിട്ട് കേട്ടോ. ഓരോന്നായിട്ടല്ല നമ്മളത് റെഡിയാക്കി എടുക്കുന്നത്, ഒരുമിച്ചാണ്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുകൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇനി മുട്ട വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കിയിട്ട് മസാല മാത്രം വയ്ക്കാവുന്നതുമാണ്. സൈഡൊക്കെ നന്നായിട്ട് എന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതിനി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിനി ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ട. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് മതിയാകും. ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരും. ഇതുപോലെ ഒന്ന് ആയി കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് മാറ്റിയിട്ട് അടുത്ത ബാക്കിയുള്ളതും കൂടെ അതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കി എനിക്ക് 3 വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാകും. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പലഹാരങ്ങളൊക്കെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം എണ്ണയൊന്നും അത് കുടിക്കത്തില്ല കേട്ടോ. ഒട്ടും തന്നെ എണ്ണ കുടിക്കുന്ന ഒരു പലഹാരം ആയിരിക്കില്ല ഈ ഗോതമ്പ് പൊടിയും മൈദയൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എണ്ണ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു വശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മൾ ആവിയിൽ വേവിച്ചതിന് ശേഷം ആ ടൈമിൽ നിങ്ങൾക്കത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല. കുട്ടികൾക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കാം. മുതിർന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചിട്ട് അതങ്ങ് കഴിച്ചാലും മതിയാകും കേട്ടോ. അത് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതിയാകും. ഇത് നമ്മൾ ഫ്രൈ കൂടെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് അങ്ങ് വേവിക്കുന്നില്ല. മാത്രമല്ല ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിവിടെ 2 വശവും നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് തിരിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ 2 വശവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ അതുപോലെ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. ആവിയിൽ വേവിച്ചെടുത്ത് നിങ്ങൾക്ക് ഡിന്നറായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.